So grouping. So next topic is grouping of faces. അപ്പോൾ കമ്പൈലറിൻ്റെ ഫേസസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കമ്പൈലറിൻ്റെ ഫേസസിനെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. അതായത് രണ്ട് മെയിൻ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഫ്രണ്ട് എൻഡ് ഫേസസ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ബാക്ക് എൻഡ് ഫേസസ്. ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നു. ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോഴത്തേനും സോഴ്സ് പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഫേസസ്. സോ all the phases which are solely dependent on source program is known as front end phases. So അപ്പോൾ നമ്മൾ ഇവിടെ ലെക്സിക്കൽ അനലൈസറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് സോഴ്സ് പ്രോഗ്രാം ആണ്. അപ്പോൾ ലെക്സിക്കൽ അനലൈസർ ഫുള്ളി ഈ ഒരു സോഴ്സ് പ്രോഗ്രാമിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ടാർഗറ്റ് പ്രോഗ്രാമിനെ കുറച്ച് പോലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ലെക്സിക്കൽ അനലൈസർ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് ഫേസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സിൻടാക്സ് അനലൈസർ എന്ന് പറയുന്നത് ഈ ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് സിൻടാക്സ് അനലൈസറും നമുക്ക് ഫ്രണ്ട് എൻഡിൽ വരും. സിമാൻറ്റിക് അനലൈസറും അതുപോലെ ഫ്രണ്ട് എൻഡ് ആണ്. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിൻ്റെ ഒരു പരിധി വരെയും ഫ്രണ്ട് എൻഡ് ആണ് നിൽക്കുന്നത്. അതുപോലെ കോഡ് ഒപ്റ്റിമൈസേഷനിൽ കുറച്ച് പോർഷൻസ് മാത്രം ഫ്രണ്ട് എൻഡിൽ വരും. എല്ലാം നമുക്ക് കോഡ് ഒപ്റ്റിമൈസേഷൻ ഡയറക്റ്റ് സോഴ്സ് പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മൾ മെഷീനിനെ, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനിനെയും ടാർഗറ്റ് പ്രോഗ്രാമിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒപ്റ്റിമൈസേഷൻ വരുന്നത്. അപ്പോൾ ആ പോർഷൻ എവിടേക്ക് പോകും? നമ്മുടെ ബാക്ക് എൻഡ് ഫേസസിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ബാക്ക് എൻഡ് ഫേസസ് എന്ന് പറയുന്നത് ടാർഗറ്റ് പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഫേസസ് ആണ് ബാക്ക് എൻഡ് ഫേസസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് എൻഡ് ഫേസസ് എന്ന് പറയുന്നത് സോഴ്സ് പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തും ടാർഗറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ടാർഗറ്റ് മെഷീനിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഫേസസ് ആണ് ഫ്രണ്ട് എൻഡ് ഫേസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ വരുന്നത് ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസ്, ദെൻ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ദെൻ സം പോർഷൻസ് ഓഫ് കോഡ് ഒപ്റ്റിമൈസേഷൻ. ഇത്രയും ആണ് നമുക്ക് ഫ്രണ്ട് എൻഡ് ഫേസിൽ വരുന്നത്. ബാക്ക് എൻഡ് ഫേസിൽ വരുന്നത് കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനുമാണ്. ഇനി സിമ്പിൾ ടേബിളും എറർ ഹാൻഡ്ലിങ്ങും, ഈ പോർഷൻസിലുള്ള സിമ്പിൾ ടേബിളും എറർ ഹാൻഡ്ലിങ്ങും എല്ലാം തന്നെ നമ്മുടെ ഫ്രണ്ട് എൻഡ് ഫേസിൽ തന്നെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. കോഡ് ഒപ്റ്റിമൈസേഷനിലും കോഡ് ജനറേഷനിലും വരുന്ന സിമ്പിൾസും എറർ ഹാൻഡ്ലിങ്ങും എല്ലാം നമ്മുടെ ബാക്ക് എൻഡിലാണ് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഫേസസിനെ, കമ്പൈലറിൻ്റെ ഫേസസിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിനെ നമ്മൾ പല പല പാസസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പൈലറിൽ നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ സ്കാൻ ചെയ്യുകയും അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പല പല പാസസ് യൂസ് ചെയ്യാറുണ്ട്. പാസസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു തവണ ഒന്ന് പ്രോഗ്രാം സ്കാൻ ചെയ്ത് പോയിട്ട് ആ സ്കാനിങ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് എന്തൊക്കെ ലിറ്ററൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നത്. ചില കേസസിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ ബാക്കി പോർഷൻസ് കൺവേർഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ സിമ്പിൾസ് ഉണ്ട് എന്നുള്ളത് പ്രീവിയസ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. പ്രീവിയസ്ലി നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഒന്നിലധികം പാസസ് യൂസ് ചെയ്യാറുണ്ട്. ഈ പാസസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫേസസിനെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ പാസ് നടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ലെക്സിക്കൽ അനാലിസിസും സിൻടാക്സ് അനാലിസിസും സിമാൻറ്റിക് അനാലിസിസ് ഇത്രയും ഫേസസിനെ ഒരുമിച്ചാക്കി ആദ്യം ഒരു പാസിൽ കൊടുക്കാം. പിന്നെ വീണ്ടും ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു പോർഷൻസ് നമുക്ക് ചില കേസസിൽ ആവശ്യം വരും. അപ്പോൾ ഇത് വീണ്ടും സെക്കൻഡ് പാസ്സായിട്ട് നമ്മൾ വീണ്ടും ഇതിനെ കോൾ ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ പാസസിനെ ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ സെവറൽ ഫേസസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു വൺ പാസ്. അത് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാസിനെ ഇൻ്റർലീവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ്റർലീവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരും. ഗോ ടു ഒരു പെർട്ടിക്കുലർ ലേബൽ നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ലേബൽ ഓൾറെഡി ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങോട്ടേക്കുള്ള അഡ്രസ്സ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കേസസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു പാസിലേക്ക് പോകേണ്ടി വരും. അത് ഫോർവേഡ് ജമ്പും ബാക്ക്വേർഡ് ജമ്പും. ബാക്ക്വേർഡ് ജമ്പ് ആണെങ്കിൽ പ്രോബ്ലം വരില്ല, പക്ഷേ ഫോർവേഡ് ജമ്പ് ആണെങ്കിൽ നമ്മൾ
ചിലപ്പോൾ പുറകിലേക്ക് പോയി വീണ്ടും ഒരു പാസ് എടുത്താൽ മാത്രമേ നമുക്കതിനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസസിലാണ് നമ്മൾ മോർ ദാൻ വൺ ഫേസസിനെ പല പല പാസസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് കോൾ ചെയ്യാറുണ്ട്. അതാണ് ഫേസസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, പല പല പാസസ് ആയിട്ടും ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാസസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പാസസ് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ ഈ നമ്മുടെ നമ്പർ ഓഫ് പാസസിനെ എപ്പോഴും റെഡ്യൂസ് ചെയ്യണം. നമ്പർ ഓഫ് പാസസിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പൈലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പൈലർ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനകത്ത് നമ്പർ ഓഫ് പാസസ് എപ്പോഴും കുറവായിരിക്കണം. നമ്പർ ഓഫ് പാസസ് വെറുതെ കുറഞ്ഞാൽ മാത്രം പോരാ, ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് പാസസിൽ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുകയും വേണം. അങ്ങനെയുള്ള രീതിയിലുള്ള കമ്പൈലേഴ്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത്. സോ അപ്പോൾ ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഫേസസിലായിരിക്കും പാസസ്, അല്ലെങ്കിൽ ഫേസസ് എന്തായാലും നമുക്ക് ഇത്രയും വരും, നമ്പർ ഓഫ് പാസസ് എപ്പോഴും റെഡ്യൂസ്ഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വെച്ച് അതിനെ യൂസ് ചെയ്യാനും ഇതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ചില കേസസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനും ടാർഗറ്റ് കോഡ് ജനറേഷനും മെർജ് ചെയ്ത് ഒരു സിംഗിൾ പാസ്സാക്കി മാറ്റാൻ പറ്റും. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ബാക്ക് പാച്ചിങ് എന്ന് പറയുന്നത്. ബാക്ക് പാച്ചിങ്. So backpatching is the technique to combine or merge intermediate and target code generation. നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് വീണ്ടും കോഡ് ജനറേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കമ്പൈലേഴ്സിലാണെങ്കിൽ നമ്മൾ പാസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൻ്റർമീഡിയറ്റ് പാസിനെയും കോഡ് ജനറേഷനെയും ടാർഗറ്റ് കോഡ് ജനറേഷനെയും തമ്മിൽ മെർജ് ചെയ്ത് ഒരൊറ്റ പാസ്സായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ഫേസ് ആയിട്ട് നിർത്തും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബാക്ക് പാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പാസസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ബാക്ക് പാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് പാസസ് കുറയ്ക്കാനുള്ള വേറൊരു മാർഗമാണ് ലീവ് ബ്ലാങ്ക് സ്പേസസ്. അതായത് നമ്മളിപ്പോൾ മിസ്സിംഗ് ഇൻഫർമേഷൻസ് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഗോ ടു പോലെയുള്ള ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ലേബൽ ഓൾറെഡി റിസോൾവ് ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇൻ കേസ് നമുക്ക് റിസോൾവ് ആയിട്ടുള്ള അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ സിമ്പിൾ ടേബിളിൽ നമ്മൾ ഈ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ബ്ലാങ്ക് ഇട്ട് വെച്ചേക്കും. അപ്പോൾ അത് പിന്നീട് റിസോൾവ് ചെയ്യാനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും ആ ലേബൽ എന്നുള്ള ആ ഒരു ഫീൽഡ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ പോയി ആ സിമ്പിൾ ടേബിളിന് അതിൽ അപ്ഡേഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മിസ്സിംഗ് ഇൻഫർമേഷൻ വരുന്ന പോർഷനിൽ നമ്മൾ ബ്ലാങ്ക് സ്പേസസ് ഇട്ട് കീപ്പ് ചെയ്തിട്ട് എപ്പോഴാണോ ആ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അതേ സമയത്ത് തന്നെ ആ സ്ലോട്ട് ഫില്ല് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർവേഡ് റെഫറൻസ് വരുന്ന സമയത്തും സിമ്പിൾ ടേബിൾ എൻട്രി വരുന്ന സമയത്തും ഒക്കെയാണ് നമുക്ക് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് പാസസ്, കമ്പൈലറിൻ്റെ നമ്പർ ഓഫ് പാസസ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസിനകത്ത് വരുന്നത്, കമ്പൈലറിൻ്റെ ഗ്രൂപ്പിങ്ങിൽ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ്. അതായത് നമുക്ക് ഒരുപാട് ഓട്ടോമേറ്റഡ് ടൂൾസ് ഉണ്ട് നമുക്ക് കമ്പൈലേഴ്സിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ദീസ് ആർ എ കളക്ഷൻ ഓഫ് ഓട്ടോമേറ്റഡ് ടൂൾസ് വിച്ച് വി ആർ യൂസിങ് ഫോർ കൺസ്ട്രക്റ്റിംഗ് എ കമ്പൈലർ. കമ്പൈലർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഓട്ടോമേറ്റഡ് ടൂൾസിനെയാണ് കമ്പൈലർ കൺസ്ട്രക്ഷൻ ടൂൾസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പല പല കമ്പോണൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ.
പല പല കമ്പോണൻസ് ആയിട്ട് ഓൾറെഡി ഡിസൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്ത് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പൈലേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ ജനറേഷൻ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ടൂൾസ് ഒക്കെയാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് പാഴ്സർ ജനറേറ്റേഴ്സ്. പാഴ്സർ ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിൻടാക്സ് അനലൈസറിനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊഡ്യൂസസ് സിൻടാക്സ് അനലൈസർ. അതായത് നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞ് സിൻടാക്സ് അനാലിസിസും ആ രണ്ട് ഫേസും കൂടി ഒരുമിച്ച് ചേർത്തുള്ള ഒരു കമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് പാഴ്സർ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് തന്നെയാണ് ഇതിലേക്ക് ഒരു സോഴ്സ് പ്രോഗ്രാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാഴ്സ് ട്രീ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ദീസ് ടൂൾസ് ആർ ബേസ്ഡ് ഓൺ CFG. CFG നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CFG എന്താണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇതനുസരിച്ചുള്ള സിൻടാക്സ് ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്ത് വെരിഫൈ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീ ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൽ മിക്കതിലും നമ്മൾ പവർഫുൾ ആയിട്ടുള്ള പാഴ്സിംഗ് അൽഗോരിതംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പവർഫുൾ പാഴ്സിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ പാഴ്സേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പാഴ്സർ ജനറേറ്റേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പൈലർ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഈ പാഴ്സർ ജനറേറ്റർ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള CFG ആയിരിക്കും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ആ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന CFG ബേസ് ചെയ്തിട്ട് പാഴ്സിംഗ് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു പാഴ്സർ ജനറേറ്റർ അല്ലെങ്കിൽ ഒരു പാഴ്സറിനെ ജനറേറ്റ് ചെയ്യും. ആ പാഴ്സറിലേക്ക് നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് ലാംഗ്വേജിനകത്തുള്ള ഒരു സോഴ്സ് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂളാണ് പാഴ്സർ ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത് പിന്നീട് ഇതുകൊണ്ടുള്ള മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഴ്സറിനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് സിൻടാക്സ് അനലൈസറിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ടൂളാണ് പാഴ്സർ ജനറേറ്റർ. ദെൻ സെക്കൻഡ് വൺ ഈസ് സ്കാനർ ജനറേറ്റർ. അതായത് ലെക്സിക്കൽ അനലൈസർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് റെഗുലർ എക്സ്പ്രഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് സ്കാനേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത് ലെക്സിക്കൽ അനലൈസറിനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ജനറേറ്റ്സ് ലെക്സിക്കൽ അനലൈസേഴ്സ്. Scanner generators are used to generate lexical analyzer based on some regular expressions. നമ്മൾ കൊടുക്കുന്ന റെഗുലർ എക്സ്പ്രഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ലെക്സിക്കൽ അനലൈസേഴ്സ് ആണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫൈനലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത്, സ്കാനർ ജനറേറ്റർ. ഇനി മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻസ്. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻസ് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സ് ട്രീ സ്കാൻ ചെയ്യും. പാഴ്സ് ട്രീ സ്കാൻ ചെയ്തതിന് ശേഷം കളക്ഷൻ ഓഫ് റുട്ടീൻസ് പ്രൊഡ്യൂസസ് എ കളക്ഷൻ ഓഫ് routines to generate intermediate code. Intermediate code generate ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കളക്ഷൻ ഓഫ് റുട്ടീൻസ് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കമ്പോണൻ്റ് ആണ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എൻജിൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഇതാണ് അങ്ങനെ ഒരു കമ്പോണൻ്റ്. ദെൻ another component is
Fourth one, automatic code generators. Automatic code generators. So based on some certain rules, നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ടാർഗറ്റ് പ്രോഗ്രാമിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ടാർഗറ്റ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ മെഷീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന റൂൾസിനെ അനുസരിച്ചുള്ള കോഡ്, മെഷീൻ കോഡ് അല്ലെങ്കിൽ ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ it generates code based on a collection of rules that define machine language and target machine. അതായത് ടാർഗറ്റ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോഡ് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കളക്ഷൻ ഓഫ് റൂൾസ് ഉണ്ടാവും. ആ കളക്ഷൻ ഓഫ് റൂൾസിനെ ബേസ് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബേസിക് ആയിട്ട് ടെംപ്ലേറ്റ് മാച്ചിങ് ആണ് ചെയ്യുന്നത്. ഓരോ ടെംപ്ലേറ്റിൽ മാച്ചിങ് വരുന്ന അനുസരിച്ചുള്ള കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡിൽ നമുക്ക് ഇഫ് കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഇഫ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും മെഷീൻ കോഡ്സ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചുള്ള മെഷീൻ കോഡായിരിക്കും ഇത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ദീസ് കോഡ് ജനറേഷൻ വിൽ ബി ബേസ്ഡ് ഓൺ template matching. And fifth one is data flow engines. നമുക്ക് പല രീതിയിലും ഈ പ്രോഗ്രാംസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ. അതായത് ഒരു ഡേറ്റ ഏത് രീതിയിലാണ് പാസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ വേരിയബിളിന് എവിടെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, വാല്യൂ ചേഞ്ച് വരുന്നത്, ആ വാല്യൂ എവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഡേറ്റ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മൾ ടാർഗറ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഒരു തവണ നമ്മൾ ഒരു വാല്യൂ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് അഡീഷൻ നടക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ a=10 then a=a+5 ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് രണ്ടും തമ്മിൽ ഓർഡർ മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ റിസൾട്ടിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. അപ്പോൾ ആ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഡേറ്റ ഫ്ലോ എൻജിൻസ് എന്നറിയപ്പെടുന്നത്. സോ ഇറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ ആൻഡ് ദ ഫ്ലോ ഓഫ് ഡേറ്റ. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ടൂൾസ് ആണ് നമുക്ക് കമ്പൈലർ കൺസ്ട്രക്ഷൻസിന് വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടൂൾസ് എന്ന് പറയുന്നത്.